പ്രതിഷേധ കനലിൽ കാലിക്കറ്റ് സർവകലാശാല ഗവർണർ അഴിപ്പിച്ച പ്രതിഷേധ ബാനർ മണിക്കൂറുകൾക്കകം SFI പുനഃസ്ഥാപിച്ചു. ക്യാമ്പസിന്റെ വിവിധയിടങ്ങളിൽ പുതിയ ബാനറുകളും സ്ഥാപിച്ചിട്ടുണ്ട്. രാത്രി മുഴുവൻ മുദ്രാവാക്യം വിളിച്ച് യൂണിവേഴ്സിറ്റി കവാടത്തിനു മുന്നിൽ SFI പ്രവർത്തകർ പ്രതിഷേധിച്ചു. വൈകുന്നേരം 3 മണിക്കാണ് സെനറ്റ് ഹാളിൽ ഗവർണർ പങ്കെടുക്കുന്ന സെമിനാർ നടക്കുന്നത്. വൻ പോലീസ് കാവലിലാണ് സെനറ്റ് ഹാളും ഗവർണർ താമസിക്കുന്ന ഗസ്റ്റ് ഹൌസും ഉള്ളത്. സ്വാലിഹുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. സ്വാലിഹ്, വലിയൊരു പ്രതിഷേധത്തിന് തന്നെ SFI ഒരുങ്ങുകയാണ്. ഇന്നലെ ബാനർ അഴിക്കാൻ പറയുന്നു, വീണ്ടും കൂടുതൽ ബാനറുകൾ കെട്ടി തന്നെ ജനാധിപത്യപരമായി തന്നെ SFI പ്രതിഷേധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇന്ന് ഗവർണർക്ക് ഔദ്യോഗിക പരിപാടികളുണ്ട്. എന്തൊക്കെയാണ് മറ്റ് വിവരങ്ങൾ? 3 മണിക്കാണ് സെമിനാർ നടക്കുന്നത്. 3 മണിക്ക് സെനറ്റ് ഹാളിന് തൊട്ടടുത്ത് സെനറ്റ് ഹാളിലാണ് ഈ സെമിനാർ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്നലെ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു ഒരു രാത്രി മുഴുവൻ നീണ്ട വലിയ പ്രതിഷേധ പരിപാടികൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ വലിയ പോലീസ് ബന്ദോബസ്തിലാണ് സർവകലാശാല ക്യാമ്പസ് ഉള്ളത്. കാര്യമായി സമരങ്ങളോ പ്രതിഷേധ പരിപാടികളില്ല. അതേസമയം തന്നെ ഉച്ചയോടെ വിവിധ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധവുമായി എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. SFI സ്ഥാപിച്ച പോസ്റ്ററുകളെല്ലാം തന്നെ ഇന്നലെ 7 മണിയോടെയാണ് ഗവർണർ നേരിട്ടെത്തി നീക്കം ചെയ്തത്. അതിന് 1 മണിക്കൂറാകുമ്പോഴേക്ക് ഇതെല്ലാം പുനഃസ്ഥാപിക്കുകയും ചെയ്തിരുന്നു. വലിയ തോതിൽ പ്രതിഷേധം ഉയർന്നു വന്നതിനെ തുടർന്നാണ് ഇന്നലെ പ്രതിഷേധം ഉയർന്നതോടെ ഗവർണർ ഗസ്റ്റ് ഹൌസിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു. പിന്നീട് ഗസ്റ്റ് ഹൌസിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. പക്ഷേ ഈ പോസ്റ്ററുകൾ കൂടി നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടേക്കുമെന്ന് പോലീസ് കരുതുന്നുണ്ടായി. അതുകൊണ്ട് തന്നെ വലിയ പോലീസ് കൊണ്ട് ഒരു 1200ഓളം പോലീസുകാരെ നിലവിൽ വിന്യസിച്ചിട്ടുണ്ട്. ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ മെയിൻ കവാടത്തിനടുത്തും പരീക്ഷാ ഭവനിന് മുമ്പിലും ഗസ്റ്റ് ഹൌസിലേക്കും അതോടൊപ്പം തന്നെ ഈ സെനറ്റ് ഹാളിലേക്കും വരുന്ന വഴി പോലീസ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. നിലവിൽ ആരെയും ഈ ഭാഗത്തേക്ക് കടത്തിവിടുന്നില്ല. സ്വാലിഹ്, ഇനിയിപ്പോൾ ഗവർണർ ഈ പുതുതായി കെട്ടിയ ബാനറുകൾ കൂടി മാറ്റാൻ നിർദ്ദേശിക്കുകയാണെങ്കിൽ ഇനി ഇതിൽ കൂടുതൽ ബാനറുകൾ പൊങ്ങാനും ഒപ്പം തന്നെ പ്രതിഷേധം കൂടുതൽ ശക്തമാകാൻ തന്നെയല്ലേ സാധ്യത? തീർച്ചയായും വലിയ പ്രതിഷേധത്തിലേക്ക് പോകും. SFI പ്രവർത്തകരെല്ലാം സ്വാഭാവികമായും പ്രതിഷേധവുമായി രംഗത്ത് വരും. നിലവിൽ ഇതൊരു രാഷ്ട്രീയ മുദ്രാവാക്യമാണ്. അതുകൊണ്ട് തന്നെ ജനാധിപത്യ രീതിയിലുള്ള സമരവും പ്രതിഷേധവും മാത്രമായിരിക്കും SFIയുടെ ഭാഗത്തു നിന്നുണ്ടാവുക എന്ന് അറിയിച്ചിട്ടുണ്ട്. അതനുസരിച്ച് വ്യാപകമായി പോസ്റ്ററുകൾ തയ്യാറാക്കി ഒട്ടിച്ചിട്ടുണ്ട്. അതോടൊപ്പം ചുവരെഴുത്തുകൾ നടത്തിയിട്ടുണ്ട്. ബാനറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ക്യാമ്പസിന്റെ പല ഭാഗത്തായി ബാനറുകൾ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ ജനാധിപത്യ രീതിയിലുള്ള ഒരു പ്രതിഷേധ മാർഗമാണ് SFIയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ഇത് ഇനിയും അഴിച്ചു നീക്കുകയോ മറ്റോ ചെയ്താൽ സ്വാഭാവികമായും വീണ്ടും ഇത് പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം ഉണ്ടാവും. വലിയ പ്രശ്നത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുള്ളത്. ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. ഇന്നലെ വൈസ് ചാൻസലറെയും അതോടൊപ്പം തന്നെ ജില്ലാ പോലീസ് മേധാവിയെയും നേരിട്ട് വിളിച്ച് ശാസിച്ചിരുന്നു. മാധ്യമങ്ങളുടെ മുൻപിലെല്ലാം വെച്ച് ശകാരിക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. അതിനെല്ലാം ശേഷമാണ് വലിയ പ്രതിഷേധത്തിലേക്ക് SFI പ്രവർത്തകർ പോകുന്നത്. ഏതാണ്ട് പുലരും വരെ വലിയ പ്രതിഷേധം യൂണിവേഴ്സിറ്റി കവാടത്തിനും അതോടൊപ്പം തന്നെ ഈ പരീക്ഷാ ഭവന്റെ മുൻപിലുമായി നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. ആർഷോയുടെ PM ആർഷോ ഉൾപ്പെടെയുള്ളവർ ഈ സമരത്തിന് നേതൃത്വം കൊടുത്തിരുന്നു. SFI പ്രവർത്തകർ ക്യാമ്പസിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴും ഉണ്ട്. സ്വാഭാവികമായും ഏതെങ്കിലും തരത്തിൽ പ്രകോപനപരമായ സമീപനങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ വലിയ പ്രതിഷേധവും പിന്നാലെ ഉണ്ടാവും. ശരി സ്വാലിഹ്.